എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പപ്പായ കൊണ്ട് ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കിലോ പപ്പായാണ് എടുക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനുശേഷം ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. 4½ ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കലക്കി മാറ്റിവെക്കണം. ഇനി ഹൽവ സെറ്റ് ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യൊഴിച്ച് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. ഗാർണിഷ് ചെയ്യാനായി ഞാനിവിടെ കുറച്ച് എള്ളു ചേർക്കുന്നുണ്ട്. ഇനി ഹൽവ തയ്യാറാക്കാൻ ഒരു അടിക്കട്ടിയുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അരിച്ചുവച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 15 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നിർത്താതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കണം. നന്നായി ഇളക്കിയതിനു ശേഷം കുറച്ച് ഫ്ലേവറിനായി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതിനെ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ ഈ സമയം 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റായി. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഹൽവ ഈ ഒരു പരുവമാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റണം. 1 സ്പൂണിൽ നെയ്യ് പുരട്ടിയ ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കുറച്ച് എള്ളു കൂടി ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇതിനെ നല്ലതുപോലെ തണുക്കുന്നതുവരെ മാറ്റിവെക്കണം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ പപ്പായ ഹൽവ റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.